അങ്ങനെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെയ്യട്ടോ. ഇന്ന് നമ്മൾ അഫ്രബാദിൽ നിന്ന് കുവൈത്ത് ബോർഡറായ ഖബ്ജിയിലേക്ക് പോകുന്ന കാഴ്ചകളാണ്. ഏകദേശം ഇവിടെ എത്താനായിട്ടുണ്ട്. അപ്പോൾ ഒന്ന് റോഡ് സൈഡിൽ കണ്ട ഒട്ടകങ്ങളും ഒട്ടകപ്പാലും കൊടുക്കുന്ന ഒരു സ്ഥലത്ത് ആണ് എത്തിയിട്ടുള്ളത്. ഏകദേശം ഖബ്ജിയിലെത്തിയിട്ടുണ്ട് കേട്ടോ. കണ്ട് ടണ്ട് കെട്ടിയിട്ട് പാല്, അത് ഒട്ടകത്തിന് പാല് കൊടുക്കുന്നതും പാല് കറന്ന് ആളുകൾക്ക് കൊടുക്കേണ്ട ഒരു ഏരിയ കേട്ടോ. അത് സൈഡിൽ റോഡിൽ തണ്ണിമത്തം കൊടുത്ത് കൊടുക്കുന്ന സൗദികളും അതായത് ഇത് ഏകദേശം ഖബ്ജിയിലെത്തിയിട്ടുണ്ട്. അതായത് കുവൈത്തിന് ബോർഡറായ ഖബ്ജിയിലെത്തിയിട്ടുണ്ട്. ഇവിടെ ഒരുപാട് ടണ്ടുകളുണ്ട്. ആ ഒട്ടകത്തിന് പാല് കറന്ന് വിളിക്കപ്പെടുന്ന ഒരുപാട് സ്ഥലങ്ങളോട് കണ്ടിട്ട് നമ്മൾ കുറേ മുമ്പ് നമ്മൾ ഒട്ടകത്തിന് പാലൊക്കെ വാങ്ങി കുടിച്ചതാണ്. സംഗതി ചൂടാണ്. അങ്ങനെ ഏകദേശം നമ്മൾ ഖബ്ജിയിലെത്താനായിട്ടോ. നമ്മൾ അഫ്രബാദിൽ നിന്ന് തന്നെ റോഡിൽ നിന്ന് തിരിഞ്ഞിറങ്ങി ഖബ്ജി കുവൈത്ത് റൂട്ടിലേക്ക് നമ്മൾ കയറി കേട്ടോ. ഇവിടുത്തെ കുവൈത്തേക്ക് ഏകദേശം ഒരു 10-60 കിലോമീറ്ററുള്ള കുവൈത്ത് ബോർഡർ കേട്ടോ. അതിൻ്റെ ബോർഡറായ ഖബ്ജിയിലാണ് എത്തിയിട്ടില്ല. ഖബ്ജിക്കാണ് പോണതും. അപ്പോൾ നമ്മൾ ഏകദേശം പാല ഇറങ്ങി കുവൈത്തിൻ്റെയും ഖബ്ജിൻ്റെ റൂട്ടിലേക്ക് നമ്മൾ ശരിക്കും മെയിൻ റൂട്ടിലേക്ക് ഇറങ്ങിട്ടോ. കുവൈത്ത് വാഹനങ്ങൾ, അതൊക്കെ കുവൈത്ത് വാഹനങ്ങളാട്ടോ. ഇത് ഖബ്ജിയിലെത്തുന്നതിന് മുമ്പുള്ള റൗണ്ടബോട്ടിൻ്റെ ഒരു സിമ്പിളാട്ടത്. കുവൈത്ത് വാഹനങ്ങൾ അവിടെ ഒരുപാട് നമ്മൾ കാണാൻ പറ്റിയ കുവൈത്തിൻ്റെ വാഹനങ്ങളിവിടെ കാണാൻ പറ്റിയിട്ടുള്ളത്. ഏകദേശം എത്തിയിട്ട് നമ്മൾ ഖബ്ജിയിലെത്തിയിട്ട് ഖബ്ജിൻ്റെ തെരുവോരങ്ങളുണ്ട്. ലൈറ്റിൻ്റെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ അലങ്കരിക്കപ്പെട്ട സ്റ്റേജ് കേട്ടോ. അതിലുള്ള റോഡിൽ സൈലൻ്റ് ഏരിയയാണ് ഫസ്റ്റ് റൗണ്ട് ബോട്ട് കേട്ടോ. ഖബ്ജി കൊണ്ടെത്തുമ്പോൾ ഫസ്റ്റ് റൗണ്ട് ബോട്ടാണ് കാണുന്നത്. എന്നിട്ട് അടിപൊളി കാഴ്ചയുണ്ട്. ഒരുപാട് വർഷത്തിന് ശേഷം നമ്മൾ ഖബ്ജിയിലേക്ക് എത്തുന്ന കാഴ്ചയുണ്ട്. അത് 8-9 വർഷത്തിന് ശേഷം വീണ്ടും നമ്മൾ പഴയ തട്ടകത്തിലേക്ക് എത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ പ്രേക്ഷകരെ കാണിക്കുന്നത്. റോഡുകൾ ചെടികൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ട ഖബ്ജി.